ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഷൂ ഒക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഒരു ഒന്നോ രണ്ടോ ഇടലിട്ട് കഴിഞ്ഞാൽ തന്നെ ഈ സെൻറ്റർ ഉണ്ടല്ലോ, ഈ സെൻറ്റർ ജസ്റ്റ് ഒന്ന് ഇവിടെ അങ്ങനെ പ്രസ്സായി പോകും അല്ലേ. അതായത് ഈ നടു ഒന്ന് മടങ്ങാൻ സാധ്യതയുണ്ട് ഈ സെൻറ്ററിൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ, അതായത് നമുക്കിത് ഒരല്പം പോലും മടങ്ങാതെ നമുക്ക് ആ ഒരു രീതിക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായുള്ള ഒരു ടിപ്പാണ് തെർമോക്കോൾ കേട്ടോ. അപ്പോൾ ഒന്നുകിൽ തെർമോക്കോളിൻ്റെ ഒരു പീസ് എടുക്കാം. അതിനുശേഷം നമുക്കിതാ, അല്ലെങ്കിൽ നമ്മൾ ഷൂ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു സംഭവമായാലും മതി, നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഇതിനൊരു പൊങ്ങിച്ച കിട്ടും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഷൂ അയച്ച് വെക്കുമ്പോൾ ഇതുപോലെ ഇട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ ആ സെൻറ്റർ മടങ്ങിയത് നമുക്ക് ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ഷൂ കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. കണ്ടോ, ഇത് ജസ്റ്റ് ഒന്ന് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇത് കണ്ടോ, നന്നായി ഒന്ന് പൊങ്ങിഞ്ഞ് പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഷൂ ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾ അയച്ചു വെക്കുമ്പോൾ ഇതുപോലെ സൂക്ഷിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്, ഷൂ അയച്ചു വെക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പ്രാണികളും അതുപോലെ തന്നെ എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഇതിൽ കയറിക്കൂടാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമുക്കതൊരു കോട്ടൻ്റെ തുണിയിലോ ഒരു ടിഷ്യൂവിലോ നമുക്കത് ഇതുപോലെ ഒരല്പം ചായപ്പൊടി എടുത്ത് ഇതുപോലെ ഒന്ന് കിഴിയാക്കി കെട്ടാട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിലും നമുക്ക് ഷൂവിലേക്ക് പ്രാണി പല്ലിയൊന്നും കയറാതിരിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്, ഇതുപോലെ ഈ കീഴിൽ തന്നെ നമുക്ക് ഒരല്പം ഉപ്പിട്ട് വെക്കുന്നതും ഉപ്പിലേക്കും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ മറ്റൊരു ടിപ്പാണ്, പ്രത്യേകിച്ച് നമുക്ക് മഴക്കാലത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ടിപ്പാണ് നമ്മളുടെ പൗഡർ കേട്ടോ. പൗഡർ ഒരല്പം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് തൂവിയിട്ട് കൊടുക്കുക. അപ്പോൾ ഷൂവിലുണ്ടാകുന്ന ബാഡ് സ്മെൽ ഉണ്ടല്ലോ, അത് ഒക്കെ നമുക്ക് പോവാൻ സഹായിക്കും. പൗഡർ അതിലെ നനവൊക്കെ വലിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഏകദേശം ഒരു കാലിൻ്റെ വിയർപ്പിൻ്റെ ആ ഒരു ഗന്ധമൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇതുപോലെ കിഴി കെട്ടിയിട്ട് നമുക്ക് ചായപ്പൊടിയോ ഉപ്പോ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ പൗഡർ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഇടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടാകും കാലിനൊക്കെ. അതുപോലെ തന്നെ നമ്മൾ സോക്സിനും ഇതിട്ട് കൊടുക്കാറുണ്ട്. സോക്സ് നമ്മൾ കഴുകി ഉണക്കിയതിന് ശേഷം ഒരല്പം പൗഡർ ഇട്ടതിന് ശേഷം നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിലും പൗഡർ നമ്മൾ എപ്പോൾ വേണമെങ്കിലും സോക്സ് ഇടുന്ന സമയത്ത് നല്ലൊരു സുഗന്ധം ഉണ്ടാകും. അത് ഈ ഒരു ഷൂയിലും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഈ വൈറ്റ് ഷൂവിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള ചളികളൊക്കെ നമുക്ക് കഴുകാതെ മാറ്റാമെന്ന് പറയുന്നത് നമ്മുടെ പേസ്റ്റ് ഉണ്ടല്ലോ, കോൾഗേറ്റിൽ ഒരല്പം ചെറുനാരങ്ങ പിഴിഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു പഴയ ടൂത്ത് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുത്താൽ തന്നെ നല്ല രീതിക്ക് നല്ല വൈറ്റ് ആവും കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഇടുമ്പോഴേക്കും നമ്മുടെ ഈ വൈറ്റ് ഷൂ ഒക്കെ വളരെ നിറം മങ്ങാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പുതിയ ഷൂ ആക്കി നമുക്ക് മാറ്റിയെടുക്കാം.